നാടകത്തിൽ അഭിനയിക്കുവാനുള്ള ആഗ്രഹമൂത്ത ഇന്നസെന്റ് ജവാൻ സ്പോർട്സ് ക്ലബിൻ്റെ നാടക മത്സരത്തിൽ പങ്കെടുത്തു. ഭാഗ്യത്തിന് മികച്ച ഹാസ്യ നടനുള്ള കപ്പും കിട്ടി. കപ്പ് സ്വീകരിക്കുന്നത് ഇന്നസെൻ്റ് വീട്ടിലുള്ള എല്ലാവരും കണ്ടതുമാണ്. കപ്പ് വാങ്ങി സ്റ്റേജിൻ്റെ പിന്നിലേക്ക് എത്തിയ ഇന്നസെൻ്റെ കയ്യിൽ നിന്നും ജവാൻ സ്പോർട്സ് ക്ലബ്ബുകാർ കപ്പ് തിരികെ വാങ്ങി. അഭിമാനം രക്ഷിക്കാൻ OL തോമസിൻ്റെ കയ്യിൽ നിന്നും കപ്പ് വിലയ്ക്ക് വാങ്ങി ഇന്നസെൻ്റ് വീട്ടിലെത്തി. കൊടുക്കുവാനുള്ള ബാക്കി പണം വാങ്ങാൻ വന്ന OL തോമസ് ഇന്നസെൻറ്റിൻ്റെ ചേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കപ്പുമായി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള എൻ്റെ പത്രാസ്, എൻ്റെ വീട്ടുകാരുടെ ആ തെളിഞ്ഞ മുഖം, അതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അത് വരാനിരിക്കുന്ന ഒരു പീഡനത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പാവം, ഒരു തുമ്പിയുടെ പ്രസരിപ്പോടെ നടന്നവളാണ്. എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കുകയാണ് സുരേഷ്. അതല്ല, നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ച് അകലെ നിന്നാണ്. ഏതാണ് ഈ ഫോട്ടോ? ആരുടെയാണ്? എൻ്റെ. കാണട്ടെ. എന്നെ കണ്ടാ പോലെ. എന്താണ് ഇത്ര ഗൗരവം മിസ്റ്റർ? ഹലോ സുരേഷ്. എന്താണ് മാത്യൂസ്? ഡോക്ടർ, മുറിയിൽ ചെന്നിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. എന്റെ മനസ്സാക്ഷി എന്നെ എന്തിനോ പ്രേരിപ്പിക്കുന്നു. ഞാൻ എന്റെ കുറ്റം അഡ്മിറ്റ് ചെയ്യട്ടെ ഡോക്ടർ? എന്താ മാത്യൂസ്? എനിക്കൊരു സ്വസ്ഥതയുമില്ല ഡോക്ടർ. കേസിന്റെ വിചാരണ ഇതിനകം പൂർത്തിയായി കാണും. എന്ന് വിധി പറയുമെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും വിധി പറയട്ടെ. അതൊന്നും പ്രശ്നമല്ല. ഈ വക ചിന്തകൾ കളയും മാത്യൂസ്. മനസ്സിങ്ങനെ പതറിയാലോ. ധൈര്യമായി എന്തോ നീ ഒന്നിവിടം വരെ വന്നേ. സുരേഷ്, നീ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് എന്താ വേണ്ടേ? ഞാൻ അടുക്കളയിൽ പണിയില്ല. ഇതും കഴിയാണ്ട് വന്ന കള്ളൂടിയും കുളിയും കഴിഞ്ഞ് ചോറ് കാലായില്ലേ ചോദിച്ചു തുടങ്ങും. ഞാൻ ഇന്നലെ എണ്ണി വെച്ചപ്പോ 46 രൂപ 40 പൈസ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കടയിൽ ചെന്ന് നോക്കിയപ്പോ 40 രൂപയേ ഉള്ളൂ. ഞാനൊന്നും എടുത്തിട്ടില്ല. എന്നും കള്ളു കുടിച്ചിട്ടല്ലേ എണ്ണി തിട്ടപ്പെടുത്തണേ. ഈ മാപ്പിളക്ക് കള്ളു കുടിച്ച ഒരു ബോധമില്ല. അല്ല, നീ എങ്ങാനും എടുത്തോ? ഞാനൊന്നും എടുത്തിട്ടില്ല. ഈ കള്ളും കുടിച്ചിട്ട് വന്ന് കണക്ക് നോക്കാൻ നിക്കരുത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കാശ് കാണാനില്ല എന്നും പറഞ്ഞ് എന്നും പരാതി. ഞാൻ മീൻ വാങ്ങിയതിന്റെ ബാക്കി 6 ഉറുപ്പിക അടുക്കളയിൽ ചെപ്പിലിട്ട് വെച്ചിരുന്നു. അതും കാണാനില്ല. അത് അന്വേഷിച്ചോണ്ടിരിക്കാ ഞാൻ. എന്റെ കാശ് പോയത് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. അപ്പൊ നിന്റെ കാശ് കാണാനില്ലെന്ന പരാതിയാ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നാളെ എന്റെ അടുത്തും കണക്ക് ചോദിക്കില്ലേ? ഇത് എവിടെ പോയി ഈ കാശ്? ഇവൻ കള്ളും കുടിച്ചു പറഞ്ഞത് നീ കണക്കാക്കണ്ട. പക്ഷേ നിന്റെ കാശ് എവിടെ പോയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എത്ര പറഞ്ഞാലും അധികമാവില്ല സുരേഷ്. പറഞ്ഞോളൂ. ഒരാവേശത്തിന് പറഞ്ഞു പോയി. നിങ്ങൾ അമ്മയും മോനും കൂടി കണക്ക് ശരിയാക്ക്. ഞാൻ അടുക്കളയിലേക്ക് പോവുക. അമ്മേ, കപ്പ നന്നാക്കി കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ഞങ്ങൾക്കുണ്ടാവില്ല ജൂലി. അത്രയും നല്ലത്. അപ്പനെന്തൊരു മൂടോട്ട്? അല്ലെങ്കിൽ കള്ളു കുടിച്ച എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലോ. അപ്പന്റെ കുറച്ച് കാശ് കാണാനില്ലാത്ത പുകയിലായിരുന്നു. അതിന്റെ വിഷമാവും. ആ, ഞാനും കേട്ടു. അതത്ര കാര്യാക്കണ്ട. അപ്പനെ കണക്കേറ്റിയായിരിക്കും, അല്ലാതെ വരാൻ വഴിയില്ല. ഇതാ ഇവളുടെ കാശും കാണാനില്ലെന്ന്. അമ്മ അതങ്ങ് മറന്നേക്ക്. മറക്കാനോ? 1ഉം 2ഉം അല്ല, ഉറുപ്പിക 6. നിങ്ങളുടെ ഊണ് കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടെ തപ്പാൻ. അവിടെ എവിടെയെങ്കിലും കാണും. അല്ലാതെ ഞാൻ വെച്ച കാശ് എവിടെ പോവാനാ? അത് തപ്പിയാകുമ്പോ സമയം കളയണ്ട. 6 രൂപയൊക്കെ പോവാൻ സാധ്യതയുണ്ട്. എന്താ, നീ എടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. എന്നാലും എനിക്ക് ഏകദേശം 1 രൂപം കിട്ടിയിട്ടുണ്ട്. അല്ല, നീ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, കപ്പിനിക്കിപ്പോ എന്താ വില? നിനക്കെന്താ കപ്പ് കച്ചവടം ഉണ്ടോ? വില നിലവാരം പറയാൻ എനിക്കില്ല. പക്ഷെ കപ്പ് കച്ചവടം ചെയ്യുന്ന ചിലരൊക്കെ എനിക്കറിയാം. നമ്മുടെ തോമസിനെ പോലെ ചിലര്. ബാക്കി 1 രൂപ ഉണ്ടായി കൊടുക്ക്. അവനിങ്ങോട്ട് നടത്തണ്ടല്ലോ.
പുതുമോടി കഴിയും വരെ കപ്പ് ഷോക്കേസിലൊന്ന് വിലസി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കപ്പ് സ്ഥാനം മാറി അടുക്കളയിലെത്തി ഞങ്ങളുടെ ബാക്കിയുള്ള പാത്രങ്ങളുടെ കൂട്ടത്തിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പിൻ്റെ മുകളിലുള്ള മൂടിയ കാണാതായി. കപ്പാണെങ്കിൽ ക്ലാവ് പിടിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇനി അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ എന്ന് അമ്മയും തീരുമാനിച്ചു.